നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC +2 ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് പത്രപ്രവർത്തനം, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കാണുക. അപ്പോൾ മറ്റന്നാൾ ഏപ്രിൽ 10-നാണ് ആദ്യത്തെ ഫേസ് +2 എക്സാം. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അന്ന് എക്സാം ഉള്ളവർ നന്നായിട്ട് തന്നെ പഠിക്കുക. അടുത്ത എക്സാം ഉള്ളവർക്ക് ഇന്ന് ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. 18-ാം തീയതിയാണ് എക്സാം. നന്നായിട്ട് തന്നെ പഠിക്കുക എല്ലാവരും. അപ്പോൾ ഇനി വേണ്ടത് റിവിഷനാണ്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റിയ ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആപ്പിൻ്റെ പേരാണ് PSC ചലഞ്ചർ. ഈ ആപ്പിൽ നമ്മുടെ സിലബസ് വൈസ് ആയിട്ട് അവർ മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ ഇതിനകത്ത് അവൈലബിൾ ആണ്. 1000 ചോദ്യങ്ങൾ വരെ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ചലഞ്ചസിൽ ഏർപ്പെടാം. ഇതിനകത്ത് ചോദ്യങ്ങളുണ്ട്. അവരുമായിട്ട് ചലഞ്ചസ് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ആരാണ് മുന്നിൽ വരുന്നതെന്ന് നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ പറ്റും. അപ്പോൾ റിവിഷന് പറ്റിയ ആപ്പാണ്. ഇനിയുള്ള ചുരുക്കം ചില ദിവസങ്ങളിൽ നിങ്ങൾ റിവിഷന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ആപ്പ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. മലയാള പത്രപ്രവർത്തനം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ പത്രം കേരള കൗമുദി. കേരള കൗമുദി PSC റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇപ്രാവശ്യം ഇതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. കേരള കൗമുദി ആരംഭിച്ച വർഷം 1911. വർഷം തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. 1911 കേരള കൗമുദി എന്ന പത്രം ആരംഭിച്ച സ്ഥലവും ചോദിച്ചിട്ടുണ്ട്. മയ്യനാട് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്നാണ് കേരള കൗമുദി എന്ന പത്രം ആരംഭിച്ചത്. ആരാണ് സ്ഥാപകൻ? സ്ഥാപകന്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. CV കുഞ്ഞിരാമനാണ് കേരള കൗമുദി എന്ന പത്രം സ്ഥാപിച്ചത്. സ്ഥാപക പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാൽ K സുകുമാരനാണ്. അപ്പോൾ സ്ഥാപക പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാൽ K സുകുമാരൻ. സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ CV കുഞ്ഞിരാമനുമാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വാചകമാണ് അഭിപ്രായം ഇരുമ്പുലക്കയല്ല. അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്ന് പറഞ്ഞത് ആരാണ്? CV കുഞ്ഞിരാമനാണ്. അപ്പോൾ കേരള കൗമുദിയെ പറ്റി ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത പത്രത്തിലേക്ക് പോകാം. അടുത്ത പ്രസിദ്ധീകരണത്തിലേക്ക് പോകാം. സഹോദരൻ. അപ്പോൾ സഹോദരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. 1920 സഹോദരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച ഒരു പത്രമുണ്ട്. ആ പത്രത്തിന്റെ പേരെന്താണ്? അത് വേലക്കാരനാണ്. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരൻ അയ്യപ്പനാണ്. പിന്നെ PSC മുൻ വർഷം ചോദിച്ചൊരു ചോദ്യമാണ്, മട്ടാഞ്ചേരിയിൽ നിന്നും സഹോദരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? മട്ടാഞ്ചേരിയിൽ നിന്നും. ഇത് 2015 PSC ചോദിച്ചൊരു ചോദ്യമാണ്. മട്ടാഞ്ചേരിയിൽ നിന്നും സഹോദരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പനാണ്. ആ പേരിൽ തന്നെയുണ്ട്, കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അടുത്ത പത്രത്തിലേക്ക് പോകാം. സർവീസിനെ പറ്റി ഒറ്റൊരു ചോദ്യം മാത്രമേ പഠിക്കാനുള്ളൂ. NSSന്റെ മുഖപത്രം. നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രം ഏതാണ്? സർവീസ് ആണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രമാണ് സർവീസ്. അത് മാത്രം അവിടെ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത പത്രമാണ് ഭാഷാപോഷിണി. ഭാഷാപോഷിണിയെ പറ്റി PSC ചോദിച്ചിട്ടുള്ള ചോദ്യം, ഭാഷാപോഷിണി എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് സ്ഥാപക പത്രാധിപർ. അപ്പോൾ ഭാഷാപോഷിണി എന്ന പത്രത്തിന്റെ സ്ഥാപക പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. ഇനി സന്തിഷ്ടവാദി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രമാണ് സന്തിഷ്ടവാദി. അതാണ് PSC ചോദിച്ചിരിക്കുന്ന ചോദ്യം. കേരളത്തിൽ ആദ്യമായിട്ട് നിരോധിച്ച പത്രം ഏതാണ്? സന്തിഷ്ടവാദിയാണ്. അപ്പോൾ സന്തിഷ്ടവാദി നിരോധിക്കാൻ കാരണം തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന മാധവരായറിനെ വിമർശിച്ചുകൊണ്ട് ഇതിനകത്ത് ലേഖനം വന്നു. അപ്പോൾ തിരുവിതാംകൂറിലെ ഏത് ദിവാനെയാണ് സന്തിഷ്ടവാദി എന്ന പത്രത്തിൽ വിമർശിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ആരെയാണ്? മാധവരായരെയാണ്. മാധവരായർ. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് നിരോധിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. സന്തിഷ്ടവാദിയാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് അടുത്ത പത്രത്തിലേക്ക് പോവാം. അടുത്ത പത്രമാണ് മലയാള മനോരമ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായി രജിസ്റ്റർ ചെയ്ത വർഷം 1888. 1888 മലയാള മനോരമ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായി രജിസ്റ്റർ ചെയ്തത്. പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1890 മുതലാണ്. 1890 മുതൽ കോട്ടയത്ത് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. സ്ഥാപകൻ ആരാണെന്ന് PSC റിപ്പീറ്റ് ചെയ്യാറുണ്ട്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് മലയാള മനോരമയുടെ സ്ഥാപകൻ. മലയാള മനോരമ ദിനപത്രമായത്, ഡെയിലി ആയത് 1928.
മലയാള മനോരമ ദിനപത്രം 1934 ആയപ്പോഴത്തേക്കും സർ CP രാമസ്വാമി അയ്യർ നിരോധിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1947 നവംബർ മാസം 29 പുനഃപ്രസിദ്ധീകരണം ആരംഭിച്ചത്. മലയാള മനോരമ 1947 നവംബർ മാസം 29 പുനഃപ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് മലയാള മനോരമയെ പറ്റി പഠിക്കുക. അടുത്ത പത്രത്തിലേക്ക് പോകാം. മാതൃഭൂമി. മാതൃഭൂമി എന്ന പത്രം ആരംഭിച്ചത് 1923 KP കേശവമേനോനാണ്. അപ്പോൾ 1923 KP കേശവമേനോൻ എവിടെ നിന്നാണ് മാതൃഭൂമി പത്രം ആരംഭിച്ചത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നാണ് ആരംഭിച്ചത്. എന്ന് മുതലാണ് മാതൃഭൂമി ദിനപത്രമായത്, ഡെയിലി ആയത്? 1930 മുതലാണ് ദിനപത്രമായത്. PSC ചോദിച്ചൊരു ചോദ്യമാണ്, സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം. സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം ഏതാണ്? മാതൃഭൂമിയാണ്. ഓർക്കുക, മാതൃഭൂമി. അടുത്ത പത്രമാണ് പ്രഭാതം. പ്രഭാതം എന്ന പത്രത്തെ പറ്റി PSC ചോദിച്ച ചോദ്യം, പ്രഭാതം എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. വർഷം ഓർക്കുക, 1934. 1934 ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രമാണ് പ്രഭാതം. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പേപ്പറാണ് ഏത്? പ്രഭാതം. ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. അടുത്ത പ്രസിദ്ധീകരണമാണ് യുക്തിവാദി. യുക്തിവാദി എന്ന പ്രസിദ്ധീകരണം ആനുകാലികങ്ങളും നമ്മുടെ സിലബസിലുള്ളതാണ്. അപ്പോൾ യുക്തിവാദി എന്ന പ്രസിദ്ധീകരണം സഹോദരൻ അയ്യപ്പനാണ് ആരംഭിച്ചത്. യുക്തിവാദി മാഗസിന്റെ പത്രാധിപരായി സഹോദരൻ അയ്യപ്പൻ നിയമിതനായത് 1928. 1928 യുക്തിവാദി മാഗസിന്റെ പത്രാധിപരായിട്ട് സഹോദരൻ അയ്യപ്പൻ നിയമിതനായത്. പത്രം പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം 1929. 28 സഹോദരൻ അയ്യപ്പൻ പത്രാധിപരായി. 29 മുതലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. എവിടെ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്ന് ചോദിച്ചു. എവിടെ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നത്? എറണാകുളം ജില്ലയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ച് പത്രങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാം. അടുത്ത പത്രമാണ് ദേശാഭിമാനി. അപ്പോൾ 2 ദേശാഭിമാനിയുണ്ട്. ഇതിൽ ആദ്യത്തെ ദേശാഭിമാനിയാണ് പറയുന്നത്. ഈ ദേശാഭിമാനി പത്രം ആരംഭിച്ച വർഷം 1915 TK മാധവനാണ്. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദേശാഭിമാനി പത്രം ആരംഭിച്ചത് 1915 ദേശാഭിമാനി പത്രം ആരംഭിച്ചത് TK മാധവനാണ്. ഈ പത്രം 1930 TK മാധവന്റെ മരണത്തോടുകൂടി നിർത്തലാക്കി. ഓക്കെ, 1915 ആരംഭിച്ചു. TK മാധവനാണ് ആരംഭിച്ചത്. 1930 TK മാധവന്റെ മരണത്തോടുകൂടി ഈ പത്രം നിർത്തലാക്കി. അത് കഴിഞ്ഞ് വന്ന ദേശാഭിമാനിയാണ് ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന ദേശാഭിമാനി. അപ്പോൾ ആ ദേശാഭിമാനിയാണ് ഈ പറയുന്നത്. 1942 വീക്ക്ലി ആയിട്ടാണ് ഇപ്പോഴത്തെ ദേശാഭിമാനി ആരംഭിച്ചത്. 1942 വീക്ക്ലി ആയിട്ട്. ആരായിരുന്നു സ്ഥാപക പത്രാധിപർ എന്ന് ചോദിച്ചാൽ MS ദേവദാസ് ആണ്. MS ദേവദാസ് ആണ് സ്ഥാപക പത്രാധിപർ. ദിനപത്രമായത് 1946. 1946 ദിനപത്രമായത്. പക്ഷേ 1948 ആയപ്പോഴത്തേക്കും നിരോധിച്ചു. 1951 ആ നിരോധനം നിർത്തലാക്കി ഇപ്പോഴും പ്രസിദ്ധീകരിക്കുന്നു. അപ്പം ഇതിൽ കുറേ വർഷങ്ങളാണ് പഠിക്കാനുള്ളത്. 1942 വീക്ക്ലി ആയിട്ട് ആരംഭിച്ചു. സ്ഥാപക പത്രാധിപർ MS ദേവദാസ്. 46 ദിനപത്രമായി. 48 ആയപ്പോൾ നിരോധിച്ചു. 51 ആയപ്പോൾ ആ നിരോധനം റദ്ദാക്കി ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന പത്രമാണ് ദേശാഭിമാനി. ഓക്കെ, അടുത്ത പത്രമാണ് ദീപിക. ദീപിക എന്ന പത്രത്തെ പറ്റി ചോദിക്കാറുള്ള ചോദ്യം, ആരാണ് ആരംഭിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്ഥാപിച്ചത്. ദീപിക എന്ന ദിനപത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നസ്രാണി ദീപിക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നസ്രാണി ദീപികയാണ് ഇപ്പോഴും ദീപിക എന്ന പേരിൽ പ്രസിദ്ധീകരണം തുടരുന്നത്. ഇത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച ദീപികയാണ്. ഖുറാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയത് ദീപിക എന്ന പത്രത്തിലാണ്. ഖുറാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയത് ഈ ദീപിക എന്ന പത്രത്തിലാണ്. സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മുസ്ലിം എന്ന പത്രം സ്ഥാപിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇതിന്റെ വർഷം BSc ചോദിച്ചിട്ടുണ്ട്. 1906 മുസ്ലിം എന്ന പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചത്. അൽ ഇസ്ലാമും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്ഥാപിച്ചത്. അൽ ഇസ്ലാം പ്രസിദ്ധീകരിച്ച വർഷം 1918. അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി, ദീപിക, മുസ്ലിം, അൽ ഇസ്ലാം. ഇത് 4 ആരുടേതാണ്? ഇത് 4 സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി മലയാള രാജ്യം.
മലയാള രാജ്യത്തെ പറ്റി ചോദിക്കാറുള്ള ചോദ്യം എന്ന് പറയുന്നത് റോട്ടറി പ്രിന്റിംഗ് വഴി അച്ചടിച്ച ആദ്യത്തെ ദിനപത്രം ഏതാണ്? ആദ്യത്തെ മലയാള ദിനപത്രം ഏതാണ്? മലയാള രാജ്യമാണ്. റോട്ടറി പ്രിന്റിംഗ് വഴി അച്ചടിച്ച ആദ്യത്തെ മലയാള ദിനപത്രം ഏതാണ്? മലയാള രാജ്യമാണ്. അടുത്തത് ലോകമാന്യൻ എന്ന പത്രം സ്ഥാപിച്ചത് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ചത്. ഈ പത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊച്ചി രാജ്യത്ത് ആദ്യമായിട്ട് പത്രനിരോധനം നടന്നത് ഈ പത്രത്തിനാണ്. അപ്പോൾ കൊച്ചി രാജ്യത്ത് ആദ്യമായിട്ട് നിരോധിച്ച പത്രം ഏതാണ്? ലോകമാന്യനാണ്. വർഷം 1923 കൊച്ചി രാജ്യത്ത് ആദ്യമായിട്ട് നിരോധിച്ച പത്രം ഏതാണ്? ലോകമാന്യനാണ്. ഓക്കെ, അപ്പോൾ ഇപ്പൊ പറഞ്ഞ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോയിന്റ്സിലേക്ക് പോവാം. അടുത്ത പത്രമാണ് കേരള പത്രിക. കേരള പത്രികയെ പറ്റി PSC ചോദിച്ചിട്ടുള്ള ചോദ്യം, കേരള പത്രിക എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ് കേരള പത്രിക എന്ന പത്രം സ്ഥാപിച്ചത്. വർഷം 1885. ഈ കേരള പത്രിക എന്ന പത്രം ഏത് പത്രത്തിന്റെ മോഡലിലാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ അമൃത ബസാർ പത്രിക എന്ന പത്രത്തിന്റെ മോഡലിലാണ്, മാതൃകയിലാണ് കേരള പത്രിക എന്ന പത്രം സ്ഥാപിച്ചത്. അപ്പോൾ സ്വദേശാഭിമാനി K. രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരാവുന്നതിന് മുന്നേ കേരള പത്രികയുടെ പത്രാധിപർ ആയിരുന്നു എന്നുള്ള കാര്യം PSC ചോദിച്ചിട്ടുണ്ട്. K. രാമകൃഷ്ണ പിള്ള കേരള പത്രികയുടെ പത്രാധിപർ ആയിരുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത പത്രമാണ് കേസരി എന്ന പത്രത്തെ പറ്റി PSC ഒരു ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെട്ട പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേസരിയാണ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ ഇത് ആരംഭിച്ചത് കേസരി A. ബാലകൃഷ്ണ പിള്ളയാണ്. കേസരി A. ബാലകൃഷ്ണ പിള്ള തന്നെയാണ് പ്രബോധകൻ എന്ന പത്രം സ്ഥാപിച്ചത്. പ്രബോധകൻ എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? കേസരി A. ബാലകൃഷ്ണ പിള്ളയാണ്. കേസരി A. ബാലകൃഷ്ണ പിള്ള പ്രബോധകൻ എന്ന പത്രവും സ്ഥാപിച്ചു. ഇനി കേരളീയ സുഗുണബോധിനിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് കേരളീയ സുഗുണബോധിനി. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. കേരളീയ സുഗുണബോധിനി. ദീനബന്ധു എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. VR കൃഷ്ണൻ എഴുത്തച്ഛനാണ് ദീനബന്ധു എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇതൊക്കെ വേറിട്ട് നിൽക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ഓരോ ചോദ്യങ്ങളായിട്ട് അങ്ങ് പഠിച്ചു വെക്കുക. ഇനി പശ്ചിമതാരക എന്ന പത്രമാണ് കൊച്ചി രാജ്യത്തെ ആദ്യത്തെ പത്രം. അപ്പോൾ കൊച്ചി രാജ്യത്തെ ആദ്യത്തെ പത്രമാണ് പശ്ചിമതാരക. വെസ്റ്റേൺ സ്റ്റാർ എന്ന പത്രം പശ്ചിമതാരക എന്ന പത്രമായിട്ട് ഇറങ്ങിയതാണ് കൊച്ചിയിൽ നിന്ന്. അപ്പോൾ കൊച്ചി രാജ്യത്തെ ആദ്യത്തെ പത്രം ഏതാണ്? പശ്ചിമതാരകയാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മാസികയാണ് വിദ്യാസംഗ്രഹം. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മാസിക ഏതാണ്? വിദ്യാസംഗ്രഹമാണ്. CMS കോളേജിൽ നിന്നാണ് പുറത്തിറങ്ങിയത്. കേരളമിത്രം എന്ന പ്രസ് സ്ഥാപിച്ചത് ദേവ്ജി ഭീംജി എന്ന ഗുജറാത്തിയാണ്. അപ്പോൾ കേരളമിത്രം എന്ന പ്രസ് സ്ഥാപിച്ചത് ആരാണ്? ദേവ്ജി ഭീംജി ആണ്. മംഗളം മാസിക ആരംഭിച്ചത് MC വർഗീസ് ആണ്. അപ്പോൾ മംഗളം മാസിക സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചു. MC വർഗീസ് ആണ് ഉത്തരം. MC വർഗീസ്. അച്ചുകൂടത്തിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള ദിനപത്രമാണ് ജ്ഞാനനിക്ഷേപം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രമാണ് ജ്ഞാനനിക്ഷേപം, കേരളത്തിലെ 3ാമത്തെ പത്രം. ഇതിന്റെ ഒരു പ്രത്യേകത കൂടെ അവിടെ പറയാൻ വിട്ടുപോയതാണ്. അച്ചുകൂടത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മലയാള ദിനപത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ജ്ഞാനനിക്ഷേപമാണ്. ജ്ഞാനനിക്ഷേപം. വടക്കൻ കേസരി എന്നറിയപ്പെടുന്നത് വേങ്ങേൽ കുഞ്ഞിരാമൻ നായനാരാണ് വടക്കൻ കേസരി എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം തന്നെയാണ് മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യ വയോധികൻ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ് ആണ്. ഈ പോയിന്റ് കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കുക. വടക്കൻ കേസരി എന്നറിയപ്പെടുന്നത് വേങ്ങേൽ കുഞ്ഞിരാമൻ നായനാരാണ്. അപ്പോൾ മലയാള പത്രപ്രവർത്തനം എന്ന ടോപ്പിക് ഓവറോൾ നമ്മളൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ റിവിഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ആപ്പ് മറക്കണ്ട. PSC ചലഞ്ചർ പോയി ചെക്ക് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി ആകെ 2 ദിവസം, ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം എക്സാം ആണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്